എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ ബൈ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എംസ്വരാജ് തോറ്റത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് എന്നുള്ളത്. സത്യാവസ്ഥ എന്തെന്നാൽ എനിക്ക് ഡെങ്കിപ്പനിയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഡെങ്കിപ്പനിക്ക് മാറി ഒന്ന് ഫ്രീ ആയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇത്ര ദിവസം ഇടാതിരുന്നത്. ഏകദേശം 7 ദിവസം 8 ദിവസമൊക്കെ ആയി. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ അന്നാണ് പനി വന്നത്. ഇപ്പം ഇന്നാണ് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണ് വീഡിയോ ചെയ്യാത്തത്. എംസ്വരാജിൻ്റെ തോൽവി കൊണ്ട് നമ്മൾ നാട് വിട്ടു പോയി എന്നൊക്കെയുള്ള കമൻറ്റ് നമ്മൾ വായിച്ചു. അപ്പോൾ പറയാനുള്ളത് എംസ്വരാജ് തോറ്റു, അത് സമ്മതിച്ച കാര്യമാണ്, അംഗീകരിക്കുന്നു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി തോറ്റതാണല്ലോ. നമ്മുടെ അങ്ങനെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തോറ്റവരാണ് ഇലക്ഷനിൽ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്നുള്ളതൊന്നും ഒരാൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ വിലയിരുത്താനോ ഉള്ളതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എംസ്വരാജ് എങ്ങനെ തോറ്റു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. അത് പാർട്ടിൻ്റെതായിട്ടുള്ള രീതിയിൽ പാർട്ടി പഠനം നടത്തുമായിരിക്കാം. അത് പാർട്ടിയുടെ വിഷയമാണ്, നമ്മളോട് അഭിപ്രായമായ കാര്യമില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ എംസ്വരാജ് തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPM വിരുദ്ധരായിട്ടുള്ള CPM-നെ അല്ലെങ്കിൽ LDF തോൽപ്പിക്കണമെന്ന ആവശ്യമുള്ള എല്ലാ വിഭാഗക്കാരും, UDF-ന് പുറത്തുള്ള ജമാഅത്തെ ഇസ്ലാമി, RSS, BJP അടക്കമുള്ള ആളുകളുടെ വോട്ട് ആര്യൻ ഷൗക്കത്തിനെ ഏകീകരിക്കാൻ കഴിഞ്ഞതാണ് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണ് എനിക്ക് പറയുന്നത്? ആദ്യം പറയുന്നത് തോൽവി അംഗീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാം പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടില്ല. കാരണം പ്രവർത്തനം വെച്ചോ നിലപാട് വെച്ചോ എങ്ങനെ നോക്കിയാൽ പ്രവർത്തനം പറയുന്നില്ല. കാരണം പ്രവർത്തനം നന്നായിട്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിലപാടിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണെങ്കിലും സ്വരാജ് തന്നെയാണ് ബെറ്റർ. പക്ഷെ തോറ്റു, അത് അംഗീകരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി അധികം പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. ഇവിടെ സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ പിന്നെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കോമഡി അതുകൂടി പറയണം. ഇപ്പൊ ജയിച്ചതിന് ശേഷവും അവർ കച്ചറ തീർന്നിട്ടില്ല. ക്യാപ്റ്റൻ ആരാണ്? ചെന്നിത്തല പറഞ്ഞു ഞാൻ കുറെ ഇലക്ഷൻ ജയിപ്പിച്ചാണല്ലോ, എന്നെ ആരും ക്യാപ്റ്റനായി പറഞ്ഞില്ലല്ലോ. അപ്പൊ തോറ്റിരുന്നെങ്കിൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയിച്ചിട്ട് ഇവരുടെ കച്ചറ തീരുന്നില്ല, അപ്പൊ തോറ്റുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം മുൻകണ്ട് തന്നെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ഏറ്റവും അടിത്തട്ടിൽ പോലും ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആൻഡ് പാർട്ടിക്കുള്ളിൽ തല്ലും പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇലക്ഷന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിർത്താൻ ഇവിടെ ആരാണോ നേതൃത്വം വഹിച്ചിട്ടുള്ളത് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ആര്യാടൻ ഷൗക്കത്തും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ആൻഡ് ആര്യാടൻ ഷൗക്കത്തിന്റെ മാത്രം പേഴ്സണൽ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനറിയാം ഇപ്രാവശ്യം തോറ്റാൽ ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ ഇല്ലയോ, ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചു വരില്ല. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത്. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കുന്ന ആളുകളിലേക്ക് ശക്തമായിട്ട് എത്തിക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും അതിന്റെ വിജയത്തിന്റെ പ്രധാന കാരണമാണ്. ആൻഡ് ഏറ്റവും വലിയൊരു ഫാക്ടർ ഈ തോൽവിയിൽ ഞാൻ കാണുന്നത്, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള BJP കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ പേഴ്സണലി വലിയൊരു ഫാക്ടറായി കാണുന്നത് അൻവറിനെയാണ്. അൻവറിന്റെ വോട്ട് വഴിക്കടവ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുള്ളത് LDF-ന്റെ ആയിപ്പോയി. അത് ഒരു വലിയ വീഴ്ചയാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കാത്ത അവസ്ഥ വരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഈ പറഞ്ഞ പോലെ നാട് വിട്ടുപോയതോ തോറ്റിട്ട് പോയതൊന്നല്ല. ഇയാൾക്ക് പനി വന്ന ഡെങ്കിപ്പനിയൊക്കെ ആയിരുന്നു. ക്ഷീണം ഭയങ്കര സംഭവം അത് കടന്നിട്ടുണ്ട്. ഞാൻ ഒറ്റക്കായിട്ടൊരു വീഡിയോ ഉണ്ടെങ്കിൽ ശരിയല്ല, അല്ലെങ്കിൽ അതിലൊരു താല്പര്യം തോന്നിയില്ല. കേൾക്കാതെ എന്താ കണ്ടാൽ ഒരുമിച്ച് കേൾക്കാലോ എന്നും ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് അൻവറിന്റെ വോട്ട് നമ്മൾ ഓൾറെഡി പ്രഡിക്ട് ചെയ്തതാണ്. 15-നും 25-നും നമ്മൾ ഓൾറെഡി പ്രഡിക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചത് UDF-ന്റെ വോട്ട് ബാങ്കിനെ ആയിരിക്കും ബാധിക്കുക എന്ന് നമ്മളാണെങ്കിലും പാർട്ടിയൊക്കെ അങ്ങനത്തെയാണ് വിലയിരുത്തിയത്. എനിക്ക് തോന്നുന്നു അൻവർ പോലും വിചാരിച്ചത് അങ്ങനെ തന്നെ ആവണമെന്നാണ്. അതായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താം, അതുകൊണ്ടാണ് ഷൗക്കത്ത് ജയിക്കില്ല എന്ന് തൊട്ട് തലേ ദിവസം വരെ പറഞ്ഞത്.
ജയിക്കില്ല എന്ന് തൊട്ട് തലേ ദിവസം വരെ അൻവർ പറയാനുള്ള കാരണം അതാണ്. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ CPM-ന്റെ അനുഭാവമുള്ള വോട്ടുകൾ, CPM വോട്ടുകൾ എന്ന് പറയാൻ പറ്റൂല. കാരണം CPM-ന്റെ 66,000 65,000 വരുന്ന കോർ വോട്ടുകൾ ഓൾറെഡി എം സ്വരാജിന് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതിനപ്പുറത്ത് നിഷ്പക്ഷമായി CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന, പ്രത്യേകിച്ചും അൻവറിന് 2 പ്രാവശ്യമായി കിട്ടിയ വോട്ടുകൾ അൻവർ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം വന്നു എന്നും അത് കാരണമാണ് ഷൗക്കത്ത് വലിയ പോലീസ് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെ കൃത്യമായിട്ട് വിലയിരുത്താൻ എങ്ങനെയാന്ന് ചോദിച്ചാല് നിലമ്പൂർ ഒരിക്കലും ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല. കാരണം വളരെ 2500 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചിട്ടുള്ള നെക്ക് ടു നെക്ക് വരുന്ന ഫൈറ്റ് ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര്. ഒരു ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് ഭൂരിപക്ഷം പറയാൻ പറ്റുന്ന മണ്ഡലമല്ല. കോൺഗ്രസിന് ഭൂരിപക്ഷം പറയാൻ പറ്റുന്ന മണ്ഡലമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് CPM-ന്റെ കയ്യിലായതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റുള്ള മണ്ഡലമാണ്. ഒരു ഫൈറ്റുള്ള മണ്ഡലത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അളക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ട് എന്ന് അളക്കണമെങ്കിൽ 25,000 വോട്ടിന് ഷൗക്കത്ത് ജയിക്കണമായിരുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10,000 വോട്ടിന് എം സ്വരാജ് ജയിക്കാൻ. ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വന്നു എന്ന് പറഞ്ഞാൽ അത് 100% ഞാൻ വീണ്ടും പറഞ്ഞു, PV Anwar ഇഫക്റ്റ് ഉണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം വരാനുള്ള കാരണം. അതിന് ഭരണവിരുദ്ധത എന്നുള്ള കാണാൻ കഴിയില്ല. അത് എക്സാക്ട്ലി നമുക്കറിയാം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അല്ലെങ്കിൽ പാർട്ടി വിചാരിച്ചതിനേക്കാൾ CPM-ന് കിട്ടേണ്ട വോട്ട്, CPM വോട്ടല്ല, കിട്ടേണ്ട വോട്ട് മറിഞ്ഞു. അതാണ് സംഭവം. അതെല്ലാവർക്കും അറിയാം. പിന്നെ വേറെ കാര്യത്തിൽ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞു വെക്കാൻ വിചാരിച്ചു. അതായത് അതിന് ശേഷം പറയാൻ പറ്റുന്ന ഒരാളുടെ മരണമാണ്. അത് ഈ ആന കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടു. ആർക്കും ഒന്നും ചെയ്യണ്ട, ആർക്കും ഇവിടെ ഉപരോധിക്കണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, UDF അടക്കം അല്ലെങ്കിൽ ചാമക്കാരടക്കം ഒരു മനുഷ്യനെ തൊള്ള ഉറക്കണ്ട, അതും കൂടെ ഉണ്ട് എന്നുള്ളതോടെ പറയണം. അപ്പൊ അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇതൊന്നും പറയണ്ട എന്നുള്ളതുണ്ട്. അതും കൂടി കോൺഗ്രസിനെ പറയുന്ന നമ്മളെ ഉണ്ടാക്കാൻ വരുന്ന കുറച്ചാൾക്ക് അതല്ല. അത് പറയുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് ഇവിടെ 2 കുട്ടികളുടെ മരണം രാഷ്ട്രീയപരമായി യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ കണ്ടതാണ്. അത് വനം വകുപ്പിന്റെ വീഴ്ചയല്ല, വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല. എന്നിട്ട് അവരവിടെ മാർച്ച് സമരങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ വനം വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു മരണം, അതായത് നല്ലൊരു സമരം നടത്താനും പ്രതിഷേധം നടത്താനും ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ യൂസ് ചെയ്തില്ല. കാരണം അവരുടെ ആവശ്യമില്ല. ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുക. ആര്യാണെന്റെ വീഴ്ചയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിച്ചു, അതിന് സങ്കടമുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം അല്ല. ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് ആര്യ ഷൗക്കത്ത് ഉണ്ട്, MP ഉണ്ട്, 2 കോൺഗ്രസ്സുകാരാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ പറയുന്ന വന്യജീവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ. പ്രതീക്ഷ അതായത് ഫെൻസിങ് വേണം, മതില് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇലക്ഷന് മുമ്പ് നടത്തിയിരുന്നു. അപ്പൊ ഇനി 9 മാസം ഉണ്ട്. അതിന് ഒരു സ്ഥലമെങ്കിൽ ഒരു സ്ഥലം, ഒരു ഭാഗമെങ്കിൽ ഒരു ഭാഗം, ഒരു പഞ്ചായത്തെങ്കിൽ ഒരു പഞ്ചായത്ത് നന്നാക്കാനുള്ള സമയമുണ്ട്. പൂർണ്ണമായിട്ടും നന്നാക്കാനുള്ള സമയമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഒരു പഞ്ചായത്തെങ്കിൽ ഒരു പഞ്ചായത്ത്, കേരള പഞ്ചായത്തോ പോത്തല്ലൂർ പഞ്ചായത്തോ എടക്കര പഞ്ചായത്തോ ചുങ്കത്തറ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഈ പറയുന്ന വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഷൗക്കത്തിന് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അടക്കമുള്ള ആളുകളെ വോട്ട് കിട്ടും. ഇനി അതല്ല, ഇത്രയും കാലം പറഞ്ഞ വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആ ഡയലോഗ് തന്നെയാണ് ഇനി തുടർന്ന് അടിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ എന്താണെങ്കിലും ഇനിയും ഇതുമായുള്ള വീഡിയോസ് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് വരും. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ എം സ്വരാജിന്റെ തോൽവി നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ വാസ്തവങ്ങളും കാര്യവും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിലമ്പൂരിന്റെ MLA ആയിട്ടുള്ള ശ്രീ ആര്യ ഷൗക്കത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം, കഴിവ് നിങ്ങൾ തെളിയിച്ചതാണ്. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങളെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും നഗരസഭാ ചെയർമാൻ ആയപ്പോഴും നിങ്ങൾ കഴിവ് തെളിയിച്ച ഒരാളാണ്. അത് നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ആ കഴിവ് നിങ്ങൾക്ക് MLA എന്ന നിലയിൽ നടത്താൻ പറ്റട്ടെ. 2026 ഇത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതും കൂടി പറയാം.